പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ 3 പേർ കസ്റ്റഡിയിലായി. സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായത്. അതേസമയം പാനൂരിൽ വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ സമാധാന സന്ദേശയാത്ര നടത്തുകയാണ്. പാനൂർ സ്ഫോടനത്തിലെ ക്രിമിനൽ സംഘങ്ങൾക്ക് CPM നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഈ 2024 ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബോംബ് ഒരു സാമഗ്രിയായി മാറുന്ന അവസ്ഥ വടകരക്കോ കൂത്തുപറമ്പിനോ പാനൂരിനോ കേരളത്തിനോ നല്ലതല്ല. നാടിൽ ആദ്യം വേണ്ടത് സമാധാനമാണ്. ഇത്ര പുരോഗമനവാദം പറയുന്ന ആളുകൾ പാവപ്പെട്ട CPM പ്രവർത്തകരിൽ ചിലർ ചുമരെഴുതുന്നു, അവർ പോസ്റ്റർ ഒട്ടിക്കുന്നു. അതേസമയം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ കൊടുക്കുന്ന ഡയറക്ഷൻ എന്താ? അവർ കൊടുക്കുന്ന ഡയറക്ഷൻ ബോംബുണ്ടാക്കി കളക്ട് ചെയ്ത് വെക്കാനാണ്. അത് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? അത് ആരെങ്കിലും ആക്രമിക്കാനല്ലാതെ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഫെലിക്സ്, ഈ കസ്റ്റഡിയിലുള്ള ആളുകളിൽ നിന്ന് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? എന്തിനു വേണ്ടി, ആരെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബോംബ് നിർമ്മാണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയിലേക്ക് വരുന്നുണ്ടോ? ഒപ്പം തന്നെ വടകരയിലെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണത്തിനിടയിലാണല്ലോ ഇങ്ങനെ ഒരു ഗൗരവതരമായ സംഭവം ഉണ്ടാകുന്നത്. രാഷ്ട്രീയമായി എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി ഈ വിഷയം ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്? രതീഷ്, ഇപ്പോൾ 3 പേരാണ് കസ്റ്റഡിയിലായിട്ടുള്ളത്. ഈ 3 പേരും സംഭവ സമയത്ത് ഈ ബോംബ് നിർമ്മാണത്തിന്റെ സമീപത്തായി ഉണ്ടായിരുന്നവരാണെന്നതാണ് പോലീസ് പറയുന്നത്. പലയിടങ്ങളിൽ നിന്നായാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ 3 പേരുടെ അറസ്റ്റും അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്നറിയിക്കുന്നുണ്ട്. കൂത്തുപറമ്പ് ACP വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇങ്ങനെയൊരു ബോംബ് സ്ഫോടനം നടക്കുന്നു, അതും നിർമ്മാണത്തിനിടെ നടക്കുന്നു. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. എത്ര പേര് സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു? 5-ലേറെ പേരുണ്ട് എന്ന് വ്യക്തമാണ്. പക്ഷെ അത് എത്ര പേർ എന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിനൊരു കൃത്യത വരുത്താൻ ഏതായാലും പോലീസ് തന്നെ തയ്യാറാകുന്നില്ല. ഏതായാലും അതുതന്നെയാണ് ഇപ്പോൾ UDF പ്രധാനമായും ആരോപിക്കുന്നത്. വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിൻ്റെ സ്ഫോടനം നടക്കുന്നു, അതിലൊരാൾ മരിക്കുന്നു. തീർച്ചയായും അത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഒരു നീക്കമാണ് CPM നടത്തിയത്. അതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ ഈ പ്രതികളായവരുമായി CPM നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന നിരവധി നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത്ര ആക്സസ്, അതായത് ഈ നേതാക്കളുമായി ക്രിമിനൽ സംഘത്തിന് ഇത്ര അടുപ്പം എങ്ങനെ വരുന്നു എന്ന ചോദ്യമാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്നത്. അങ്ങനെ പാവപ്പെട്ട പ്രവർത്തകരെ ചുമരെഴുതാൻ വിട്ടുകൊണ്ട് ഈ ക്രിമിനൽ സംഘങ്ങളുമായി നേതാക്കൾ ഇത്തരം ബന്ധം പുലർത്തുന്നു. നേതാക്കളുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടത്തുന്നത് എന്നൊരു ആരോപണം ഷാഫി ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല, നിലവിലെ അന്വേഷണത്തിൽ കൃത്യതയില്ല എന്നതാണ് ഷാഫിയുടെ ആരോപണം. ശരി, പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിൽ അക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.